എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും എന്നെ ഇഷ്ടപ്പെടുന്നവരോട് മാത്രമേ വേറെ ഒന്നും ആരോടും ഇല്ല. അത് ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളും കടന്നു പോയത് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഈ സ്ഥാപനം ഉണ്ടല്ലോ, ഇത് ആദ്യം പലചരക്കിൻ്റെ കച്ചവടമായിരുന്നു. ഞാൻ ഉള്ളത് നിങ്ങളോട് പറയാണ്, പലചരക്കിൻ്റെ കച്ചവടമായിരുന്നത്. അതിലേക്കുള്ള ഫ്രിഡ്ജാണ് ഈ കാണുന്നത്. അടിയിലത് അതുപോലെ ഈ തുലാസ് അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. ഇതിൻ്റെ ഞാനും ബോംബെയിലല്ല നീ കച്ചവടം തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറുന്ന പണിയല്ല എൻ്റെ. അപ്പം ഞാനിത് എന്താണ്, ഇത് എന്തിനത് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഞാൻ പറയച്ചാൽ നീണ്ടു പോകും. അത് നിങ്ങളും കൂടി അറിയണം. നാളെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ട് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ തെങ്ങിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറുന്ന ആളാണ്. എന്താണ് എപ്പോഴാണ് നമുക്കൊക്കെ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊക്കെ കണ്ണാത്ത രാജ്യത്ത് പോയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒന്നും ഇല്ലായിരിക്കട്ടെ, പക്ഷെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എൻ്റെ ഇവിടെ ഒരു ചെറിയ മുറിയുണ്ട്. അത് കാരണം ഇവിടെ അത് കാരണം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇവനെ കൊണ്ട് വല്ല എപ്പം നോക്കിയാൽ അതൊക്കെ അങ്ങനെയാണ്. അതിങ്ങനെ ശരി ഉണങ്ങി ഉണ്ട് വർത്തമാനം ഇവിടെ ഇവിടെ ഒരു മുടി എന്താണാവോ അങ്ങനെ തടഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കണതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് സത്യം പറയാം, ഇവിടെ നിന്നല്ല ഒരു 2-4 കൊല്ലമായി തോന്നുന്നു ഇവിടെ ഇരുന്നിട്ട് ഇതെവിടെയാണ്. ഇവിടെ ഞാൻ രാത്രി 8 മണിക്കോ 9 മണിക്കോ ഏറ്റവും ഇവിടെ ഇങ്ങനെ ഇരിക്കണ സമയത്ത് പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ. കാരണം എൻ്റെ വീടിൻ്റെ പരിസരത്ത് ചെറുതായിട്ട് കട തുടങ്ങിക്കോ. കാരണം എന്തെങ്കിലും എനിക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് കയ്യിനും കാലിനും ഇല്ലായിരിക്കട്ടെ, എന്തെങ്കിലും തെങ്ങ് കയറുന്ന സമയത്ത് എന്തെങ്കിലും കയ്യും കാലും മുറിഞ്ഞാൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് തക്കാളി ഉള്ളിയും പച്ചമുളകും ഇവിടെ കൊടുന്ന് വെച്ച് പലചരക്കിൻ്റെ സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റൂട്ടുമ്മ കൂടെ ഇവിടെ അടുത്തടുത്ത് വീടാണ്. അപ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിപ്പോയിക്കോളും. അപ്പോൾ എൻ്റെയും ഭാര്യയുടെയും എൻ്റെ കുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ എൻ്റെ മക്കളെ ചിലവെങ്കിലും ചില്ലറ കാര്യങ്ങൾ 100-150 ഉറുപ്പിക കിട്ടും. എന്നാൽ അതെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടി നടക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സ്വപ്നം കാണുമായിരുന്നു. ഇപ്പോഴും നല്ല ഒരുപാട് കൊല്ലമായി എൻ്റെ മനസ്സിൽ. അപ്പോഴാണ് എൻ്റെ വേറൊരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എടാ ഓനെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്ന പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അൻസാറിനെ വിളിക്കാറുണ്ട്. അൻസാർ വന്നിട്ട് വണ്ടി വരുന്നുണ്ട്, മറവഞ്ചേരി അൻസാറുണ്ട്. ഓന് വാർപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ പണിയെടുക്കുന്ന കംപ്ലീറ്റ് വീട് കോൺട്രാക്റ്റ് എടുക്കുന്ന ആളാണ്. നല്ലൊരു മനുഷ്യനാണ്, എൻ്റെ ഒരു സ്നേഹിതനാണ്. അങ്ങനെ ഒരാളിന്ന് കൗത്തിൽ കത്തിയൊക്കെ അതായത് കണ്ടമാനം കണ്ട് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം ഓനിക്കില്ല. മറവഞ്ചേരി അങ്ങാടിൽ നല്ലൊരു മനുഷ്യനാണ് അൻസാർ. എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അതിൻ്റെ ഒരു പേരുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇതിൽ കൂടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഓനക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയില്ല. ഉള്ള സംഭവം പറയാണ്. ഓനക്ക് ഞാനിത് അൻസാറിനെ വിളിച്ചിട്ട് തന്നെ, അൻസാർ അങ്ങനെ ഇവിടെ 2 കട വേണം എനിക്ക്, ഞാൻ കട ഇത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇവിടെ കാണാൻ ഇതൊരു കടയാണ്. ഇതൊരു കട മനസ്സിലായില്ല. ആരോ വരുന്നുണ്ട്. അങ്ങനെ അൻസാറിനോട് ഞാൻ പറഞ്ഞു, അൻസാർ വന്നിട്ട് മാനൊക്കെ ഞാനായി ചെയ്തു തരാമെന്നും പറഞ്ഞിട്ട് ഓൻ ചെയ്തു തന്ന് ഫുള്ളായിട്ട് നല്ല പണിയാണ് കൊടുത്ത്. അപ്പോൾ ഞാൻ കൊണ്ട് പറഞ്ഞു, അൻസാർ എൻ്റെ മുതൽ പോലെ നോക്കണം കേട്ടോ, അല്ലാതെ എനിക്ക് അതിൻ്റെ ABCD ഒന്നും അറിയില്ല. പിന്നെ ഇജ്ജ് പറഞ്ഞ പൈസ തന്നിട്ടാണ് ഞാൻ അതിനെക്കൊണ്ട് ചെയ്യിക്കണത്. ഇജ്ജ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് സിമെൻറ്റ് കൂട്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു, മാനൊക്കെ നിങ്ങൾക്ക് എന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് ചോദിച്ചോളൂ, ഞാൻ എൻ്റെ മുതൽ പോലെ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ സ്വന്തം സ്ഥാപനം ഉണ്ടാക്കണ പോലെ ഞാൻ ഉണ്ടാക്കി തരാം. ആ പാവ അൻസാർ, മറവഞ്ചേരിയിലെ അൻസാർ ഇത് ചെയ്ത് പറിച്ചൊരുപ്പാണ്ട്. അൻസാറിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പലരും എന്നോട് പറഞ്ഞു. പൊന്നാര മാനു, അൻസാർ അങ്ങനെ പറ്റിക്കും ഇങ്ങനെ പറ്റിക്കും, അൻസാറിനെ പറ്റി എനിക്ക് അറിയില്ല, ഓൻ ഇതാണ് അവിടെ പറഞ്ഞോട്ടെ. ഞാനുണ്ടാകും. ഞാൻ ആദ്യമായിട്ടാണ് അൻസാറിനെ വിളിക്കുന്നത്. എനിക്കറിയാം ഓരോരുത്തരും ഇനിയിപ്പോൾ ചെയ്യുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്നെ കുറേ തടസ്സം പറഞ്ഞിരിക്കണം, അൻസാറിന് കൊടുക്കണ്ട അങ്ങനെ എങ്ങനെയെന്ന്. എന്നാൽ ഓനാ പറഞ്ഞേക്കും ഒരു കടലാസിൽ, വെള്ള കടലാസിൽ ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാറ് ഒന്നാണ്ട് എഴുതിക്കുക. എഴുതി അതേമാതിരി അടിപൊളിയായിട്ട് ഇതിൻ്റെ ബിൽഡിങ് മുകളിലും ചെറിയൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ആൾക്കാർ അങ്ങനെ ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ആരെങ്കിലും കാര്യം 1-2 ആൾക്കാർ കിടന്ന് ഉറങ്ങാനും പിടിക്കാനൊക്കെ പറ്റില്ല. അങ്ങനെയുള്ളൊരു സംഭവം അൻസാറാണ്. എന്നിട്ട് അൻസാർ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓനോട് പറഞ്ഞു, മാനക്ക സിമെൻറ്റ് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ഇടണ പറഞ്ഞോളി. ഓൻ തന്നെ പറഞ്ഞു, ഇനി കമ്പി ഇടണ നോക്കണം. അപ്പോൾ ഓനിക്ക് ഓരോ മനുഷ്യനോട് ഇഷ്ടപ്പെട്ടിട്ടാണ് കാരണം ഓനിക്കറിയാം ഞാൻ അങ്ങനെ ഒരു ചതിക്കാത്ത ഒരാളാണ്, ഞാൻ ഇതുവരെ ചതിച്ചത്. അപ്പോൾ അതേമാതിരിയാണ് അൻസാർ
എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാം ചെയ്തു തന്നെ. ഇനി ഇവിടുന്ന് ഒരു കഥ പറയട്ടെ. അവസാനം ഞാനിത് തുടങ്ങിയതിനറിയോ, എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു, എടി നമ്മൾക്ക് ഇവിടെ സാധനങ്ങളൊക്കെ അക്ബർ എൻ്റെ അനിയനാ എന്നോട് പറഞ്ഞു, മാനാക്ക പലചരക്കിൻ്റെ കച്ചവടം തുടങ്ങിക്കോ, ഇത് ഇങ്ങനെ കട ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ട് എന്താണ് ഇങ്ങനെ സാധനം കേടേരിക. അപ്പോൾ ഓൻ തന്നെ പറഞ്ഞു, നമുക്ക് മിഷീനും സാധനങ്ങളൊക്കെ പാടെ കൂടിയിട്ട് എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഇറക്കിക്കോ, ഞാനിവിടെ പുല്ലെട്ടാനും തോട്ടം കളക്കാനും പറമ്പ് പൂട്ടാനും ഒക്കെ ഞാൻ പോണതാണ്, എന്നാൽ ഞാൻ വാടകയ്ക്ക് കൊണ്ടേക്കൊണ്ട് ആവശ്യക്കാർ വന്നിട്ട് അവരും വാടകയ്ക്ക് കൊണ്ടേക്കൊണ്ട് അങ്ങനെ ഓൻ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ഓനോട് പറഞ്ഞ പലചരക്കിൻ്റെയും കച്ചവടം ചെയ്യും. ഓൻ്റെ പിന്നാലെ കുറേ ഉത്സാഹിച്ചിട്ടാണ് എൻ്റെ അനിയന്, പാവാണ്. ഓനെ ഭയങ്കര എൻ്റെ പൊന്നു മോളെ കല്യാണത്തിനടക്കം ഓൻ തന്നെ എൻ്റെ കൂടെ വന്നിട്ട് സർവ്വ ആൾക്കാരുടെ അടുത്തും കല്യാണം പറിച്ചലും പിടിക്കലും. എനിക്കങ്ങനെ അറിയില്ല, കാരണം ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ എന്നെ ആരും അങ്ങനെ അറിയില്ല. മറവഞ്ചേരി മാലിലൊന്നും എന്നെ അറിയില്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ പോയ കാരണം ഈ മറവഞ്ചേരിക്കാരനെ അറിയണില്ല ഇതാരാ ഈ സാധനം, ഇതാരാ മോനാന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. കാരണം നിശ്ചയം വേണ്ട ആൾക്കാർക്ക്. കാരണം ഞാനൊരാളായിട്ട് ബന്ധമില്ല, കാരണം ഒരാളായിട്ട്, കാരണം അവർക്ക് ഒരാൾ പരിചയമില്ലാത്ത പോലെ പരിചയമില്ലാത്തതിൻ്റെ അടുത്ത് കയറി ചെന്നിട്ട് പറയണേ ഞാൻ അങ്ങനെ ബോംബെക്കാരൻ മോദിനിക്കാരൻ്റെ മോനാന്ന്. അത് പറയണത് ശരിയല്ലല്ലോ. മറവഞ്ചേരി അത്യാവശ്യം എല്ലാവരും പരിചയമുണ്ട്, പക്ഷെ ചിലർക്കൊന്നും എന്നെ പറ്റി അറിയില്ല, കാരണം ഞാൻ ചെറുപ്പം മുതൽ പോയതാണ്. അങ്ങനെ ഈ കട ഞാൻ ഉണ്ടാക്കുമ്പോൾ പലചരക്കിൻ്റെ കച്ചവടം അക്ബർ പറഞ്ഞ കാരണം അക്ബർ തന്നെ കുറേ സാധനങ്ങളും ഞാനുങ്ങളൊക്കെ ഇവിടെ വളാഞ്ചേരി തിരൂരൊക്കെ പോയിട്ടും കുറേ കുറ്റിപ്പുറത്തൊക്കെ സാധനത്തിൽ പലചരക്കിൻ്റെ സാധനവും മിഷീനും സാധനങ്ങളൊക്കെ പണ്ട് അതും കൊടുന്ന് വെച്ചിരിക്കണം. എന്നിട്ട് ഇതിലിൻ്റെ പെണ്ണുങ്ങളെ കൊടുന്ന് ഞാൻ നിർത്തി. പെണ്ണുങ്ങളോട് പറഞ്ഞ്, എടി ഇജിങ്ങനെ വെക്കണ മാതിരി ഇവിടെ ഇത് കച്ചവടം ചെയ്തോ, അവിടെ ഇത് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ ഉള്ള സംഭവം. ഇതിപ്പം മിഷീനൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇപ്പം ഇങ്ങോട്ട് ആക്കിയൊക്കെയാണ്. ഇതൊക്കെ പാടെ അവിടെ ആയിരുന്നു. പെണ്ണുങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ആക്കി ഇതിന് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് അപ്പുറത്ത് കോളിംഗ് ബെല്ലുണ്ട്. ആരെങ്കിലും ആവശ്യം വരുമ്പോൾ ബെല്ലടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വീട്ടിനകത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കലായിരുന്നു. അങ്ങനെ ഓള് പിന്നെയും പോയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും തക്കാളി ഉള്ളിയും പച്ചമുളക് അരിയുമ്പോഴത്തേന് വീണ്ടും ആൾക്കാർ വരും. അപ്പോൾ വീണ്ടും സാധനം എടുത്ത് കൊടുക്കും. അങ്ങനെ വീണ്ടും പോയിട്ട് അതിൻ്റെ മീൻ മത്തി കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു മത്തി നന്നാക്കിയുള്ളൂ, രണ്ടാമത്തെ മത്തി നന്നാക്കുന്നതിൻ്റെ മുന്നേ വീണ്ടും കോളിംഗ് ബെല്ല് വരും. ഇതിങ്ങനെ എടുത്ത് കൊടുത്തിട്ട് പൊടിച്ചിട്ട് ഓള് ഇടങ്ങറായി. എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു കൊല്ലം 2 കൊല്ലം ഓള് കൊണ്ടിരുന്നു, ഓള് മക്കളൊക്കെ പാടെ കൊണ്ടിരുന്നേക്കണേ. ഞാൻ ഓളെ പഠിപ്പിക്കാനുള്ള കാരണം എന്താ അറിയോ, ഇങ്ങോട്ട് പറയണേ, നമ്മൾ പ്രവാസികളാണ്. കണ്ണത്താ രാജ്യത്ത് പോയിട്ട് നമ്മൾ വളരെ പ്രയാസപ്പെട്ടിട്ട് ഇവറ്റങ്ങൾക്ക് അറിയില്ല. ഇവറ്റങ്ങൾ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പൈസ അയച്ചാട്ടിക്കാണേ, കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം എന്നൊക്കെ പെണ്ണുങ്ങളിങ്ങനെ പറയും. ഇവർക്ക് കിട്ടിയ ഭർത്താവിൻ്റെ വേദന ഇവർ കാണുന്നുണ്ട്, പക്ഷെ ഇവർക്ക് അത് അവരെ അറിയണില്ല. ഒരു മനുഷ്യൻ കണ്ണത്താ രാജ്യത്ത് പോയിട്ട് എത്രമാത്രം പ്രയാസപ്പെടുകയാണെന്നുള്ളതും എല്ലാം വാഹനം ഓടിച്ചിട്ടോ എന്ത് പണ്ടാറായിക്കോട്ടെ ആ മനുഷ്യനെ ഒരുപാട് പ്രയാസം. അതിൻ്റെ ഇടയിൽ പെറ്റുങ്ങൾ ഫോൺ വിളിച്ചിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും, പൈസ അങ്ങോട്ട് വിട്ടുതരിയെന്നും പറഞ്ഞിട്ട്. ഈ മനുഷ്യൻ്റെ ഈ പണത്തിൻ്റെ മൂല്യം സ്വന്തം ഭാര്യമാരെ നിങ്ങൾ പഠിപ്പിക്കണം. അവർക്കറിയില്ല. അവർക്കിതിങ്ങനെ അവർ ചെറുപ്പം മുതൽ തന്തിയും തള്ളിയും പണക്കാരായ കാരണം അവരുടെ അടുത്ത് നിന്ന് നമ്മളൊരു പെണ്ണിനോട് കെട്ടി കൊണ്ടിരുമ്പോൾ ഓൾക്ക് വാപ്പിയമ്മയും വേദനിപ്പിച്ചതോ അവർക്കറിയില്ല. അവർ സ്വർഗം കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. കുറച്ചൊക്കെ ഒന്ന് അവരും വേദന അറിയണം. അങ്ങനെ ഞാൻ എൻ്റെ പെണ്ണുങ്ങളെ ഇവിടെ കൊടുന്ന് നിർത്തി. ഇവിടെ കൊടുന്നിട്ട് ഇവളിങ്ങനെ കുറേ പഠിച്ചു. ഇവൾ തന്നെ കുറ്റിപ്പുറം പോവും, സാധനം മേടിക്കും. അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വണ്ടിയിട്ട് ഇവിടെ സാധനം കൊടുന്നു തരും. എന്നിട്ട് ഓള് ഇതിൻ്റെ ഇടങ്ങറും ഇതിൻ്റെ വേദനയും സ്വന്തം സ്ഥാപനം നടത്തുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ആൾക്ക് ഉറക്കം കിട്ടണില്ല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ എൻ്റെ പെണ്ണുങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ. ഓള് നല്ല പഠിച്ച് ഈയൊക്കെ പലചരക്കിൻ്റെ സാധനം കൊടുത്തിട്ടിട്ട് ഇതിനൊക്കെ അനുഭവം എന്താണെന്നുള്ളത്. ഇന്ന് എൻ്റെ പെണ്ണുങ്ങൾ ₹1 ചിലവാക്കുമ്പോണ്ടല്ലോ ഞാൻ പൈസ അയച്ചു കൊടുക്കല. ഇവിടെ എന്ത് ആവശ്യങ്ങൾ ഓൾക്ക് ചിലവിന് ഇപ്പോൾ കട വേറെ ആൾക്ക് നടത്താൻ കൊടുത്തിട്ടാണ്, അത് അപ്പുറത്ത് നടത്താൻ കൊടുത്ത് അത് വേറെ ആൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എന്തോ ഒരു മാസമായിട്ട് പൂട്ടി കെടുക്കുകയാണ്. അയാൾക്ക് എന്തോ മറ്റേ നടത്തുന്ന വേറെ ആളുണ്ടായിരുന്നു, അയാൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വേറെ ആൾ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. 2-4 ദിവസം കഴിഞ്ഞാൽ വേറെ എൻ്റെ സ്നേഹിതൻ അവൻ്റെ അച്ഛനക്ക് കട വേണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുള്ള കട. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് എൻ്റെ ഭാര്യ പഠിച്ചിപ്പോൾ ഓൾ ₹1 ചിലവാക്കുക ഓൾക്ക് ഭയങ്കരത. ഞാൻ ഓൾക്ക് 5000 വീട്ടിലെ ചിലവിനൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുക്കും. എന്തെങ്കിലും ചോദിച്ചാൽ 5000, 3000, 10,000 ഒക്കെ എന്തെങ്കിലും അയച്ചു കൊടുത്താൽ ഞാൻ ചോദിക്കല് ജഡ്ജ് എന്താണ് ആ പൈസ കാട്ടിയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ അറിയോ, ഭാര്യയ്ക്ക് മനസ്സിലായി ആ കെട്ടിയോനെ എത്രമാത്രം കണ്ണത്താ ദൂരത്ത് പോയി തെങ്ങുമ്പോൾ കൊത്തിപ്പിടിച്ച് കയറിയിട്ടും കടന്നലും ഇതിൻ്റെയും വേദന സഹിച്ചിട്ടാണ് ആ പാവം അവിടെ നിന്നിട്ട് ഒരു ₹10 ഉണ്ടാക്കുന്നത്. ഓൾ ഇവിടെ നിന്നിട്ട് ഓള് പഠിച്ച കാരണം ഓൾക്ക് പൈസ എന്തെങ്കിലും അയച്ചു കൊടുത്താൽ ഓൾ അത് അതിൻ്റെതായ രീതിയിൽ കൂടെ ചിലവാക്കും. എന്നിട്ട് ഞാൻ ഓൾഡ് പറയും, എടേ പോയിട്ട് ഡ്രസ്സ് എന്തെങ്കിലും എടുത്ത് കണക്ക് വേണമെങ്കിൽ ഓൾ വരിക്ക് വേണ്ട, ഇവിടെ ഉള്ള ഡ്രസ്സൊക്കെ ഉണ്ട് അതിന് ഞാൻ ഇട്ട് വരുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ അപ്പോൾ ഓൾ ചില പെണ്ണുങ്ങളെന്താ ചെയ്യുക, ഭർത്താവിൻ്റെ പണം വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് കിട്ടിയ പാട് ഓൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും മറ്റൊക്കെ എടുക്കും. പക്ഷെ എൻ്റെ പെണ്ണുങ്ങളത് ചെയ്യൂല.
എൻ്റെ സത്യം പറയാം, ഞാൻ വലിയ വർത്താനം സ്നേഹതാണ്ട് എൻ്റെ പെണ്ണുങ്ങളത് ചെയ്യൂല. കാരണം വെച്ചാൽ ഓള് കുട്ടികൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കും. ഓള് പറയാം വേണ്ട, എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കണമെന്ന്. അപ്പോൾ ഓടുത്തുണ്ട് സാധനം അവിടെ ഉണ്ടാവും, പഴയ ഇതൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും. എന്നാലും പൈസ അയക്കുമ്പോൾ ഓള് ഞാൻ ചോദിക്കലുമില്ല. ഒക്കെ അറിയാം ഓള് നല്ല രീതിയിൽ. കാരണം ഇവിടെ ഇരുന്ന് പഠിച്ച് ജീവിതം എന്താണെന്നും ഒരു കെട്ടിയവൻ്റെ കഷ്ടപ്പാട് എന്താണെന്നും ഒരു ഓളെ ഞാൻ ഇവിടെ കുറേ മാസം 2 കൊല്ലം വരെ ഓള് പാവണ്ടിട്ട് ഞാൻ ഓളെ ഇത് പഠിച്ചു കണ്ടപ്പോൾ ഞാൻ പിന്നെ വേറെ ആൾക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ് സാറില്ല, ഞാൻ വേറെ ആൾക്ക് കൊടുക്കാൻ ചെയ്യുക. കാരണം ഓള് തക്കാളി ഉള്ളി അരിയുമ്പോഴൊക്കെ ഇവിടെ ആൾക്കാർ വരും. ഒരു തക്കാളി അരിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയും കൂടി ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകുന്നുണ്ട് നീറാന്നിട്ട് ഒരു വെല്ലം കൂടി. അപ്പോൾ ഇത് തുറന്ന് എടുത്ത് കൊടുക്കുക എന്നിട്ട് എടുക്കാൻ. അങ്ങനെ വലിയ കച്ചവടം എന്നുള്ള എപ്പോഴെങ്കിലും ഇങ്ങനെ ആൾക്കാർ വരണതുള്ളൂ. ഇതൊക്കെ ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോയ സംഭവങ്ങളാണ്. ഭാര്യ ഞാൻ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച കാരണം ഇതിൻ്റെ പെണ്ണുങ്ങളും 2 റുപ്യ നമ്മൾ അയച്ചു കൊടുത്താൽ ഇങ്ങനെ വേണമെന്ന് പറയാം. ഓരോ ഭർത്താക്കന്മാരെ കഷ്ടപ്പാട് കണ്ടിട്ട് ഭാര്യമാർ അതിനനുസരിച്ച് നിൽക്കണം. അതുപോലെ ഞങ്ങളോട് പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ നിങ്ങൾ സ്ത്രീകളോട് പറയുന്നുണ്ട്, വേദനിപ്പിക്കരുതിട്ട് ആ പാവങ്ങളെ. സത്യം പറയാം, നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്താൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ വാപ്പയും അമ്മയും എന്തെങ്കിലും ഓൾക്ക് പണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ഓൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഓൻ നല്ല മനുഷ്യനാണ് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെ കൂടെ കിടന്ന് ഉറങ്ങുമ്പോഴും ഓൻ അനാവശ്യമായിട്ട് കള്ളുടിക്കാനോ പിടിക്കാനോ ഒന്നും പോകാത്ത ഒരാളാണ്. ഓൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന അനുഭവപ്പെടുന്നുണ്ടാവും. ഒരു വീട്, ഒരു സ്വപ്നം, കഥ, അതൊക്കെ പല സ്വപ്നങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓനക്ക് സാധിക്കാതാവുമ്പോൾ ഓനെ വല്ലാതെ നിങ്ങൾ പറ്റിയ ഭാര്യമാർ വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് സ്വർഗം തന്നുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾ പറയണം എനിക്ക് തന്ന പണ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കും തന്നതാണ് എനിക്കും തന്നതാണ്, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, നിങ്ങൾ കൊണ്ടുപോയി വിൽക്കുക, എന്തെങ്കിലും ചെയ്തോളി, എന്നാലും നമ്മളെ പ്രയാസങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ഭാര്യ നല്ലപോലെ നിൽക്കണമെന്നുണ്ട്. അവരെ വേദനിപ്പിക്കരുത്. ഞാൻ പറഞ്ഞ 100 പവൻ്റെ പണ്ടം 75 പവൻ്റെ പണ്ടായിട്ട് വന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2000 കല്യാണം കഴിക്കുമ്പോൾ അന്നത്തെ കാലത്ത് 3800 3700 4000 ചൂടെ പണ്ടത്തിന് വില. 75 പവൻ്റെ പണ്ടായിട്ട് വന്നിട്ട് ഇവിടെ എൻ്റെ പെങ്ങന്മാരും കുട്ടികളും ഒക്കെപ്പാടെ കൂട്ടി 25 പവൻ്റെ പണ്ടം മഹറൊക്കെപ്പാടെ കൂടിയിട്ട് 25 പവൻ്റെ പണ്ടം വേറെ. അങ്ങനെ 100 പവന് 1,00,000 കല്യാണത്തിന് മുന്നേ നിങ്ങൾ പറഞ്ഞതാണ്. എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയോ? ഞാനിക്കന്ന് ഒന്നും പിടിച്ചിക്കാൻ പറ്റണില്ല. പറയിച്ച ഒരുപാടുണ്ട്. ഇത് എത്രയായി? 14 മിനിറ്റായി. ഇതൊക്കെ ഞാനുള്ളത് ഇനിയും കുറേ ഉള്ള സംഭവങ്ങളൊക്കെ പറയും. ഒന്നും എനിക്ക് നേടാൻ പറ്റിയില്ല. 15 കൊല്ലം റൂട്ടുമ്മ കിടന്നിട്ട് എൻ്റെ ജീവിതം പോയത് റബ്ബേ, മഴ കൊണ്ടിട്ടും നരകിച്ചിട്ടും എന്തെല്ലാം തരത്തിൽ അടുക്കി കൊണ്ടിട്ട് ഞാൻ എന്തെല്ലാം ചെയ്തു. ഒന്നും സ്വർഗം കാണാൻ പറ്റിയില്ല 15 കൊല്ലം വരെ. അങ്ങനെയാണ് അവസാനം ഞാൻ കൗത്തിലും കയറ് കെട്ടി മരിക്കാൻ പോയ ഒരാളാണ്. 2 തവണ ഞാൻ പോയി. ആരോടെ നിങ്ങളോട് പറയാം, ജീവിതം മടുത്തിട്ട് വീടും വെക്കാൻ പറ്റണില്ല, 10 സെൻറ്റ് സ്ഥലം എടുക്കാൻ പറ്റില്ല. വാപ്പാക്ക് 2 ഏക്കറൊക്കെ ഉണ്ട്, 4-5 ഏക്കർ വാപ്പാക്കുണ്ട്, 3-4 ഏക്കർ. പക്ഷെ അതല്ല ഞാൻ സ്വപ്നം കാണുന്നത്. നമ്മൾ ഇത്രയും കൊല്ലം കണ്ണാത്ത രാജ്യത്ത് പോയിട്ട് നമ്മൾ എന്തുണ്ടാക്കി, പടച്ചോൻ എന്തുകൊണ്ട് എന്നെ പരീക്ഷിച്ചിരുന്നു, അതാണ് ഞാൻ ആലോചിക്കണത്. ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പോൾ എവിടെ പറഞ്ഞു പോയത്. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഓളോട് പറയും, എടി എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലടി, ഞാൻ ആകെ. അപ്പോൾ ഓള് പറയും, നിങ്ങളെന്തിനാണ് ബേജാറാവണേ, നിങ്ങൾ ഇതിൽ നിന്ന് 1-2 പവൻ്റെ പണ്ടം കൊണ്ടുപോയിക്കോളി, നിങ്ങൾക്ക് തന്നത്. ഞാൻ പറയാം, എൻ്റെ അപ്പ ചീത്ത അറിയില്ലടേ, എൻ്റെ ആങ്ങളാർ കാരണം എന്നെ ചീത്ത അറിയില്ല, ഒന്നും പറയില്ല. എൻ്റെ അടുത്തുള്ള മുതൽ അവർ കാണാനും പോകണില്ല, അവരത് ചോദിക്കലും ഇല്ല, ഞാനിട്ട് ദേഹത്ത് ഇട്ട് നടക്കലും ഇല്ലയെന്ന്. അവസാനം ഓള് തന്നിട്ട് ഓളെ 100 പവൻ്റെ പണ്ടം ഞാൻ വിറ്റെടുത്ത് തീർത്ത്. ഓള് അങ്ങനത്തെ ഒരാളാണ്. ഓൾക്കറിയാം നമ്മൾ കള്ളുടിക്കാനോ കഞ്ചാവ് വിൽക്കാനോ ആരും പോകണില്ല. നമ്മളൊരു മാനസികമായ വിഷമത്തിൽ കൂടെ എന്തൊക്കെ സാഹചര്യത്തിൽ കൂടെ പെട്ടുപോയി കുറേ ബിസിനസ് ചെയ്ത് നോക്കി, അതിലും ഒക്കെയും പൊളിഞ്ഞിട്ട് ഓടെന്ത് ചെയ്ത് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരുന്നിന്. ഓൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ഇവിടെ വീട്ടുകാരും വേദനിപ്പിച്ചിട്ടില്ല. ഉമ്മാനും എൻ്റെ ഉപ്പാനും എൻ്റെ അനിയന്മാർ കുട്ടികളെയും കുടുംബങ്ങളെയും ആരും ഓളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത്. അതുപോലെ ഇപ്പോഴുള്ള മരക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ 4 മരക്കൾ വന്നതും അതുപോലെയാണ്. ആരും അങ്ങനെ കുടുംബത്തിൽ ആരും കയറി മറ്റുള്ളവരൊന്നും വേദനിപ്പിക്കാനോ പിടിക്കാനോ ഒന്നും എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് ഇവിടെ എല്ലാവരും കഴിയണത്. അങ്ങനെ അവസാനം ഓളെ പണ്ടം മൊത്തം എടുത്ത് തീർത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയായി. അവസാനം ഞാൻ എൻ്റെ മോള് വന്ന് ഒരു പ്രസവം കഴിഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറയണേ, എൻ്റെ പെൺകുട്ടി പോലും പിറന്ന് വീണപ്പോൾ ഞാൻ ഇരുന്ന് കരയത്. എനിക്ക് ഇവിടുന്ന് പെരും വേണ്ട, പെണ്ണുങ്ങളും വേണ്ട, കുട്ടികളും വേണ്ടെന്ന് വിചാരിച്ച്. കാരണം അല്ലെങ്കിൽ അത്ര പേരും കൂടിയും കയറ്റിയിട്ടില്ല. അതൊരു സംഭവം വേറെ. പേരും കൂടിയും കയറ്റിയില്ല, ഒന്നും എടുത്തിട്ടുമില്ല. ഇതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞപ്പോൾ 2000 കല്യാണം കഴിഞ്ഞപ്പോൾ 2001 പെൺകുട്ടി പ്രസവിച്ചപ്പോൾ എൻ്റെ മൂടൊക്കെ പോയി. ഇനിയിപ്പോൾ അതിനും അത്യാവശ്യത്തിന് പണ്ടുണ്ടാക്കാൻ പറ്റുമോ? ചങ്ങരംകുളത്ത് തന്നെ നിസാർ ഹോസ്പിറ്റലിൽ നിസാർ ഹോസ്പിറ്റലിലേട്ടോ, അവിടെ ചങ്ങരംകുളം അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളത് പറയട്ടെ. എൻ്റെ അടുത്ത സംഭവം ഞാൻ പറഞ്ഞു, നിങ്ങളെ റെസിപ്പിക്കാണ്ട് പറഞ്ഞല്ല. പെൺകുട്ടി ജനിച്ചോട് കൂടി എനിക്ക് മൂടുമില്ല, അത് വേറെ ഒന്ന്. അതൊക്കെ മനസ്സിൽ വരണം. ഇതാണ് വിഷമം വന്നിട്ടേ. അങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തതും പെൺകുട്ടിയാണ് വന്നത്. എന്നാൽ പിന്നെ അതും പോയി.
എന്നാൽ ഞാൻ വെച്ചാൽ അല്ലെങ്കിൽ തന്നെ 15 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും നേരെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ 2 പെൺകുട്ടിയും കൂടി കടന്നു വന്നു. അത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ ആൺകുട്ടി, അത് കഴിഞ്ഞപ്പോൾ 4ാമത്തെ പെൺകുട്ടി. പക്ഷേ ഓരോ പെൺകുട്ടികൾ വരുമ്പോഴും പടച്ചോൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ മക്കളൊന്നും വേദനിപ്പിക്കരുത്. നമ്മളെ സ്വന്തം മക്കളെ നമ്മളെ ജീവിതത്തിൽ വേദനിപ്പിക്കാൻ പാടില്ല. ആ മക്കൾക്ക് വരുന്നത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്വർഗ്ഗം ഉണ്ടാവും. എവിടെയെങ്കിലും പടച്ചോൻ നമ്മളെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരും, നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഒരു പെൺകുട്ടി കയറി വന്നപ്പോൾ ഒരു വിത്ത് നമ്മൾ നെല്ല് പാടത്ത് വിതറൂലേ, അതിങ്ങനെ ചക്കരം മുളച്ച് വരിക ചെയ്തത്. ഒരു പുടുത്തങ്ങനെ കിട്ടി വരുന്നുള്ളൂ. മൂത്ത മോള് വന്നപ്പോൾ, 2ാമത്തെ മോള് വന്നപ്പോൾ അത് കതിരായി മാറി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ പരുന്ത് പറക്കണ പോലെ ഇങ്ങനെ ആയി വരണുള്ളൂ. പെണ്ണുങ്ങൾ വന്നപ്പോൾ എനിക്കൊന്നും ഇവിടെ നേടാൻ പറ്റിയില്ല എൻ്റെ ഹൃദയത്തേക്ക്. അതിനെ പ്രയാസപ്പെടുത്തി തന്നെ പഠിച്ചോനെ. കാരണം ഇങ്ങനെ കുറേ തെണ്ടി നടക്ക് ജീവിതം എന്താണെന്നുള്ളത് പഠിക്കുന്നു പറഞ്ഞിട്ട് മോള് വന്നപ്പോൾ 2ാമത്തെ മോള് വന്ന് 2ാമത്തെ മോള് വന്നപ്പോഴത്തേന് ഞാൻ എന്നാലും പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ എൻ്റെ മോൻ വന്നപ്പോഴത്തേന് ഒരു 3/4 ഭാഗം ഒരു പിടുത്തം കിട്ടി. 4ാമത്തെ ചെറിയ മോളുണ്ട്, അത് വന്നപ്പോഴത്തേന് എൻ്റെ ഏകദേശം ഒരു 13-13 സെൻറ്റ് സ്ഥലത്ത് ഒരു വീടും സ്വപ്നങ്ങളും ചെറിയ സ്വപ്നങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തന്നു. എൻ്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കണം. ഞാൻ അത്രയും പ്രയാസപ്പെട്ട് പോയതായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ, ഈ കട ഞാൻ തെങ്ങുമ്മ കയറുകയാണ്, കയ്യും കാലൊക്കെ മുറിഞ്ഞ് പോയാൽ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അല്ല ഇപ്പം ഇന്നും നാളെയും ഇതിമൊന്നും സ്വർണ്ണം കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. കാരണം നമ്മൾ പ്രവാസികളാണ്, എവിടെയെങ്കിലും പോയാൽ നമ്മൾ 5000, 10,000, 15,000, 20,000 ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സമയത്തിൽ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട കടയാണ്. മുകളിൽ കോട്ടേഴ്സ് ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇത് കോട്ടേഴ്സിൻ്റെ അടുക്ക് പോകണ റൂമട്ടാ. ഇത് ഇവിടെ ഇത് പറഞ്ഞുതരാം. ഇത് ഞാൻ ചെയ്തതാട്ടാ, എൻ്റെ സ്വയം ബുദ്ധിക്ക്. ഇപ്പോഴെന്നല്ല, അന്ന് ഞാൻ വീഡിയോ എടുത്ത് വിട്ടിരുന്നു. ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ജോയിൻ്റ് ആക്കിക്കണ്. ഇത് പ്ലംബിംഗുകാരൻ വന്നിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ ജോയിൻ്റ് ആക്കാൻ പറ്റില്ല, നോക്കണം. ഓനോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ വേണ്ടത്. ഓൻ പറഞ്ഞ് ഇത് റാ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വളച്ച് തരാമെന്ന്. അല്ലാതെ പറ്റില്ല, ഇതിമ്മ കൂട്ടിമുട്ടാൻ പറ്റൂല ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇജ്ജ് നാളെ വായോ. ഓൻ പറഞ്ഞാൽ ഞാൻ നാളെ വരാണ്. ഓൻ വരുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയാണ്. നമ്മൾ സ്കൂളിൽ മദ്രസയിലും പോയിട്ടില്ലെങ്കിലും നമ്മൾ ചിന്തയിൽ കൂടെ നമുക്ക് പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോകത്ത് ഓരോ മനുഷ്യനും ചിന്തിച്ചിട്ടാണ് ഇന്ന് ഓരോന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് നോക്കണം, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ സാധനം. ഇതൊക്കെ എൻ്റെ സ്നേഹിതനെ വിളിച്ച് പോകുമ്പോൾ പറഞ്ഞിങ്ങനെ ഇതിങ്ങനെ ആക്കാൻ പറ്റില്ല എന്ന്, വളച്ചിട്ട് എടുക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഈ റോട്ട് മേടിത്തന്നെ നടന്ന് വരുമ്പോൾ ഇങ്ങനെ വളച്ചെടുത്ത ഒരു ബോറാണ്. അപ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ പൊളിച്ചിട്ടുണ്ടാക്കിയിട്ട് എൻ്റെ സ്വയം ഇഷ്ടത്തിന് ചെയ്തിട്ട് ഓനക്ക് കൊണ്ടാൻ പറഞ്ഞു. ഓൻ പറഞ്ഞു ഓൻ ഇങ്ങനെ ആക്കി, ഇതാണ് മിടുക്കെന്ന് പറഞ്ഞിട്ട്. ഇതാണ് എൻ്റെ കോട്ടേഴ്സ്. കണ്ടില്ല നിങ്ങൾ, ഇത് പൂട്ടിക്കണല്ലോ, ഇത് പൂട്ടിയിട്ടിക്കണം കേട്ടോ. ഒറ്റ ഇതിൽ ഹാളും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് പിന്നെ വിട്ടുതരാം. ഇത് വെത്തില പൊടി ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെത്തിലയുടെ തിന്നണം, എന്നാലും ഒരു സുഖം കിട്ടുള്ളൂ. അല്ലാതെ കഞ്ചാവും ലഹരിയൊന്നും ഇല്ല. വെത്തില ഇടയ്ക്ക് ചമച്ചും കൊണ്ടിരിക്കണം. അതിൽ ബോംബെയിൽ അത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചമച്ചും കൊണ്ടിരിക്കണം. അതിന് വെത്തില ഉണ്ടാക്കിയതാണ്. അത് ഞാൻ എൻ്റെ ബുദ്ധിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവിടുന്ന് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിയുടെ മുകളിൽ കയറിയിട്ടെങ്കിലും പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഓരോന്ന് ആലോചിച്ച് ചെയ്യണ പോലെ കേട്ടോ. ആ കാണുന്ന വെത്തില പൊടി കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് അവിടെ പോയിട്ട് കുറേ വെത്തില പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല മാങ്ങാണ്. അപ്പോൾ ജീവിതത്തിൽ കഴിഞ്ഞ് പോയത് നിങ്ങളോട് പറയാണ്. അപ്പോൾ എന്താ ഇപ്പോൾ എവിടെ എത്തി? ഇത് അയൽവാസിൻ്റെ വീട്ടിലേക്ക് നോട്ടം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കെട്ടിയതാണ്. അപ്പോൾ അവർ പറഞ്ഞപ്പോഴും അവിടുന്ന് ആൾക്കാർ നോക്കിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ താമസിക്കുമ്പോൾ അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഇവിടെ സീറ്റ് മറിക്കാച്ചിട്ടാണ്. ചക്ക പിന്നെ ഞാൻ ആ കോട്ടേഴ്സിൽ ആളെ താമസിക്കണില്ല. കാരണം അപ്പുറത്തുള്ള വീട്ടുകാർ പറയുന്നുണ്ട് അവിടെ ഇത് കെട്ടിയാലും ശരി, കാരണം അവിടെ ഫാമിലി മറ്റുള്ളവരൊക്കെ ഉള്ളതല്ല. അപ്പം എന്നെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പം ഞാനത് ആൾക്കാരോട് പറഞ്ഞ് അപ്പോൾ കൊടുക്കണില്ലായിരുന്നു. ഇനി കുറച്ച് പൈസ 10-25,000 രൂപ ചിലവാക്കിയിട്ട് സീറ്റ് ഇടാനുള്ള പരിപാടിയാണ് വേറെ. കാരണം അപ്പുറത്തെ വീട്ടുകാർക്ക് എൻ്റെ കാരണം കൊണ്ടൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഞാൻ ആരും ഇതുവരെയും വേദനിപ്പിച്ചിട്ടുമില്ല, അവരെന്നെയും വേദനിപ്പിച്ചിട്ടില്ല. അപ്പം ഞാനത് താമസം അതിൽ ആൾക്കാർ വന്നിട്ട് പണ്ട് ഒക്കെ ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു വേണ്ട, മറ്റുള്ളവരെ വേദനിപ്പിക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്തായാലും വേദനിച്ചാലും മതി, ഞാൻ ഇറങ്ങിച്ചാലും മടില്ല. മറ്റുള്ളവർ വേദന അനുഭവപ്പെടാൻ പാടില്ല എൻ്റെ കാരണം കൊണ്ട്. അവരവിടെ വേദനിക്കുമ്പോൾ ഞാൻ ഇവിടെ നശിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാരണം ഞാൻ അതിൽ മാറിയത്.
പിന്നെ വേറെന്താണ് പറയാനുള്ളത്? അപ്പം അങ്ങനെ ഇപ്പം ഞാനിതിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ അങ്ങോട്ട് പറയണ്ടേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നം നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലതും സ്വപ്നം കാണാൻ നിൽക്കല് കേട്ടോ. പടച്ചോനെ വിചാരിച്ചിട്ട് ചെറുതായിട്ട് സ്വപ്നം കണ്ടോളി. ഞാനും അങ്ങനത്തെ ചെറുതായിട്ട് കണ്ടത്. നമ്മളിപ്പോൾ ഈ കൂടില്ലാതെ നമ്മൾ ഈ കൂടുണ്ടാക്കാതെ നിങ്ങൾ നോക്ക്. ഇന്നത്തെ ഒരു കൂടുണ്ടാക്കുക. എടാ പൂച്ചക്കുട്ടിക്ക് പാൽ കൊടുക്കടാ, പാൽ കൊടുത്തിട്ടുണ്ട്. അതിന് ബ്രെഡ് എനിക്ക് പാവാണ്. ഒരു തള്ളിയും കുട്ടിയെ ചത്ത് നോക്കാൻ അതുപോലെ ചത്ത് കിടക്കണ്ടായിരുന്നു. തിന്നാൻ കിട്ടായിട്ട് എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഉണ്ട് ഒരു കുട്ടി പാവം ചെറുത്. അതിനെ കാണുമ്പോൾ ഞാൻ പാലൊക്കെ വാങ്ങി കൊടുത്തിട്ട് എൻ്റെ മോനെ ഞാൻ പറയും എങ്ങനെയും ഒന്ന് വലുതായിട്ട് എങ്ങനെയും എവിടെയും വിട്ടാക്കുക ചെയ്യാം. ഈ ചെറിയ കുട്ടികളൊന്നും നമ്മൾ അവിടെ ഇവിടെ അറിഞ്ഞുകൊണ്ട് വിട്ടാക്കരുത്. നായ്ക്കൾ കടിച്ചു കൊല്ലും, പാപാവം തട്ടും. എൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ വളരണേ. അത് നോക്കി എൻ്റെ കുട്ടി, എൻ്റെ മക്കൾ വരുമ്പോഴത്തേനും ഓടി വരികയാണ് ആ ചെറുത്. ഒന്നിങ്ങനെ മെരിഞ്ഞൊരു പൂച്ചയായിരുന്നു. തിന്നാൻ കിട്ടായിട്ടാ ചള്ള ചത്തിട്ട് 2-3 ദിവസമായിക്കണേ. പട്ടിണി എടുത്ത് ചാവാൻ പോവാണ്. ഒരു കുട്ടിയും ചത്ത്. ഇത് കൂട്. നമ്മൾ എന്ത് സ്വപ്നം കാണുമ്പോഴും ആദ്യം ഭൂമി സ്വപ്നം കാണും. എന്നിട്ട് മതി നമ്മൾ തറ സ്വപ്നം കാണല്. എന്നിട്ട് മതി വീട് സ്വപ്നം. എല്ലാം കൂടി കാണാൻ നിൽക്കരുത്. അപ്പോൾ ചിലപ്പോൾ ഒന്നും നടക്കില്ല. ആദ്യം ഇപ്പം ഞാൻ അത് കൂട്. ഇപ്പം ഞാൻ അത് കടക്ക് വേണ്ടി സ്വപ്നം കണ്ടപ്പോൾ ആദ്യം കട സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം? ആദ്യം അവിടെ തറ, ആദ്യം അതിനൊരു റൂം, എന്നിട്ട് അതിൽ കാക്ക, പൂച്ച, ഒട്ടക അല്ലെങ്കിൽ എന്താ വേണമൊക്കെ പിന്നെ ആലോചിക്കുക. ഇത് ഒന്നും ഒന്നും ചെയ്യാതെ വെറുതെ നമ്മൾ പലതും ചിന്തിക്കും. ആദ്യം നമുക്ക് എന്താണ്, ഒരു വീട് വേണ്ട, എല്ലാവർക്കും അറിഞ്ഞല്ലേ, ഒരു ഭൂമി വേണം, അതിലൊരു ഇത് വേണം, തറ വേണം, ഇതുപോലെ തറ വേണം. എന്നിട്ടാണ് നമ്മൾ വീട് സ്വപ്നം കാണണ്ടേ. ഇത് ചിലവർ അതല്ല, എല്ലാം കൂടിയാണ് സ്വപ്നം കണ്ടിട്ട് അവസാനം കുത്തിലാണ്ട് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഈ കട ഇപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്ന എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അപ്പോൾ ഇവിടെ വന്നിട്ട് തക്കാളി ഉള്ളി, അല്ലാതെ മറ്റുള്ളവൻ്റെ പോയിട്ട് മുതിര് കക്കൂല. ഒരാളോട് നോണ പറയുക, ഒരാളെ പറ്റിച്ച് തിന്നുക ഞാൻ ചെയ്യൂല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ വേറെ ലെവലിൽ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് അറിയില്ല. കയ്യും കാലും ഒടിഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചാലും ശരി, ആരാൻ്റെ ഞാൻ കൈ നീട്ടിപ്പോവും. ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ ഈ മഹലിലൊന്നും വരില്ല. ഈ മഹൽ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് പറയും. ഞാൻ നിങ്ങളും പറഞ്ഞതാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു വരിക എന്ന് നിങ്ങൾ പ്ലേറ്റും വെച്ചിട്ട് പറയും, നിങ്ങൾ 10 ഉറുപ്പ്യ ഇടണ്ട, 1 ഉറുപ്പ്യ 10 ഉറുപ്പ്യ ഇട്ടോട് ഞാൻ പറയും കൊണ്ടുപോയിക്കോളി. എനിക്ക് 1 ഉറുപ്പ്യ മതി, അല്ലെങ്കിൽ 2 ഉറുപ്പ്യ മതി. കാരണം എൻ്റെ ജീവിതം കഴിഞ്ഞ് പോകാൻ, അല്ലാതെ മറ്റുള്ളവരുടെ സ്വപ്നം കണ്ടിട്ട് ജീവിക്കണമല്ല. അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കടയും ബോംബെയിൽ അവിടെ 2-4 കടയും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പെട്ടിക്കട ഉണ്ടാക്കിയത്. കാരണം എന്തെങ്കിലും എൻ്റെ ജീവിതം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പ്ലേറ്റ് ആയിട്ട് നടക്കാമെന്നുള്ളൊരു നെയ്യത്ത് വെച്ചിട്ട് ഞാൻ നെയ്യത്ത് വെച്ച ഒരാളാണ്. ഞാൻ എന്തെങ്കിലും നെയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 100% നടത്തിയിരിക്കും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. വെറുതെ എങ്കിലും ഇങ്ങനെ രസം പിടിച്ച് ഇതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിലെ കഥകളും ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഇനി ഒരുപാട് കഥകൾ കേൾക്കണം നിങ്ങൾക്ക്. അങ്ങനെ ഇനി അതുപോലെ നാനോക്കാർ ഇതിൻ്റെ ഒരു സംഭവം കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ പറയുന്നുണ്ട്. വലിയൊരു സംഭവം കടന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാന്നുള്ളതും ആരാണ് എനിക്ക് പണം തന്നതെന്നുള്ളതും നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തോളി. നിങ്ങൾക്ക് അതിലിങ്ങനെ എൻ്റെ ഓരോ കഥകൾ കാണാം. ഇല്ലാത്തത് പറയില്ല കേട്ടോ. അതിൻ്റെ ഒരിക്കലും പറ്റില്ല. നാളെ ഞാനും നിങ്ങളൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ്. എൻ്റെ ഒരു വീഡിയോ ഞാൻ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെങ്ങനെ കാണിക്കുക, എന്നിട്ട് ഞാൻ ഇവിടെ വലിയ ആളായിട്ട് കാണിക്കുക. എന്നിട്ട് നാളെ ഈ 6 അടി മണ്ണിൽ കിടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഞാനും നിങ്ങളും ഇപ്പോൾ കണ്ട എൻ്റെ വീഡിയോ കണ്ട പലരും വരും. റബ്ബിൻ്റെ മുന്നിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങളെ മുന്നിലേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഞാൻ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കിയ കാരണം. ഉള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ പറയണേ ഉള്ളതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ കൂടെ അതായത് നിങ്ങൾ സ്വർഗത്തിക്കാണ് പോണത്, ഓനും ഞങ്ങളെ കൂടെ പോകുന്നട്ടേന്ന്. നേരെ മറ്റു ഞാൻ ഇല്ലാത്തതാണെന്ന് പടച്ചോങ്ങൾക്ക് നിങ്ങളെ ബോധിപ്പിച്ച് തന്നാൽ നിങ്ങൾ പറയണം ആ നായനെ എടുക്കച്ച കൊണ്ടിട്ട് വിളിന്ന്. പിന്നെ കഴിഞ്ഞില്ലേ, എന്തിനാണ് ഈ നുണ പറഞ്ഞ് നടക്കണത്? നമ്മൾ നുണ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തൊന്നും കിട്ടാനുമില്ല, എൻ്റെ അടുത്തൊന്നും നിങ്ങൾക്കും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എന്നെപ്പറ്റി അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആരാന്നുള്ളത്. നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ വന്ന് എന്നെ അടുത്ത് കാണുള്ളൂ. കൂടുതൽ പറയണില്ല, പറയിച്ച ഇഷ്ടം പോലെ പറഞ്ഞിട്ട് ഓരോ കഥകളുമായിട്ട് ഞാൻ അങ്ങനെ കടന്നു, ജീവിത കഥകളുമായിട്ട് പാറി നടക്കുന്ന പൂമ്പാറ്റിയെ പോലെ ഞാനിങ്ങനെ പാറി നടക്കുന്ന ഒരാളാണ്. തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ തെങ്ങുമ്പോൾ കയറുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും. കയറുമ്പോൾ തന്നെ തെങ്ങിൻ്റെ മുകളിൽ ഒരുപാട് സ്ഥലത്തും തിക്കറും ചെല്ലിയും കൊണ്ടാണ് കയറുന്നത്. ഒരു അപകടം വരുത്തില്ല റബ്ബേ. തെങ്ങുമ്പോൾ കയറി ഇപ്പം നാട്ടിലെ തെങ്ങല്ല, അപകടം പിടിച്ച തെങ്ങാണ്. ഒരുപാട് തിക്കറും സ്ഥലത്തും ചെയ്യാം. ഓട്ടോമാറ്റിക്കിന് ചെല്ലും, പറയേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് തെങ്ങിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും. ആരായിട്ടാണ് വർത്താനം പറയുന്നത് എനിക്കെന്നെ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു, എന്നിട്ട് ഞാൻ തന്നെ അതിൻ്റെ മറുപടിയും പറയുന്നത്. അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇൻഷാല്ലാ ഒരുപാട് നേരത്തെ വീഡിയോ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക. 10-25 മിനിറ്റിൻ്റെ വീഡിയോ ആയി. ഇനി ഒരുപാട് കഥ ഇനിയും വരും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം, നന്ദി.